ഹായ് ഹലോ എല്ലാവർക്കും മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഗീതാ ഗോവിന്ദം എപ്പിസോഡിൽ ഗീതു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ വിനോദ് ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അവിടെ അമ്മയുടെ അവസ്ഥ പറഞ്ഞ് കള്ളു കുടിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും, അപ്പോൾ ഗീതു അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിനക്ക് ആ വിഷമം മനസ്സിലാവില്ല, ഒരുപാട് കാലം കൂടെ ജീവിച്ച ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയും കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, സഹിക്കുന്നില്ല മോളെ സങ്കടം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നത് അനാർക്കലിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഗീതു അമ്മയുടെ പ്രശ്നമെന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അച്ഛനും ഗീതുവും സംസാരിച്ചിരിക്കുമ്പോൾ ഡോക്ടർ വിളിക്കുന്നത് കൊണ്ട് ഗീതു ICU റൂമിലേക്ക് പോവുകയും അവിടെ നിന്ന് അമ്മയുടെ അരികിൽ നിന്ന് ഡോക്ടറോട് സംസാരിക്കുകയും ഭേദമായി കഴിഞ്ഞു, ഇനി ചെക്കപ്പും മരുന്നും കൃത്യമായിട്ട് കഴിക്കണം എന്നൊക്കെ ഡോക്ടർ ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മടങ്ങി വന്ന് അച്ഛനോടും വിനോദിനോടും കാര്യങ്ങൾ പറയുമ്പോൾ ഗോവിന്ദ് അവിടെ എത്തുകയും അമ്മയുടെ അവസ്ഥയൊക്കെ ഗീതു പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ ഗോവിന്ദൻ താനിങ്ങുവാ എന്ന് പറഞ്ഞ് ഗീതുവിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ അവിടെ ഗീതുവിൻ്റെ കാർ ശരിയാക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഗീതു സന്തോഷത്തിലാണ്. അങ്ങനെ ഗീതു നമുക്കൊന്ന് പുറത്തേക്ക് പോകാം, അമ്മയുടെ അവസ്ഥയൊക്കെ കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗോവിന്ദേട്ടൻ വന്നത്. ഇനി മൈൻഡൊന്ന് റിലാക്സ് ആവാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. ഗോവിന്ദനപ്പോൾ വിചാരിക്കുകയായിരുന്നു, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും സെയിം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇരുവരും സംസാരിച്ചിരിക്കുമ്പോൾ ഗീതു ഇപ്പോൾ മനസ്സ് തുറക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഗോവിന്ദൻ നിൽക്കുമ്പോൾ ഗീതു ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു. ഇതിലുള്ള സോങ്സ് അത്ര പോരാ, FM സോങ് അത്ര പോരാ, ഗോവിന്ദേട്ടൻ്റെ കാറിലുള്ള സോങ്സ് ഇതിലേക്കൊന്ന് ആക്കിത്തരണം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഗീതു ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട് എന്ന് പറയുകയും ഗോവിന്ദേട്ടൻ എന്ത് ദേഷ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ സോറി അത് പ്രഷർ ഉണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഗോവിന്ദൻ പ്രതീക്ഷിക്കുകയാണ് ഗീതു ഇപ്പം മനസ്സ് തുറക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ച് ഗീതുവും അതേപോലെ തന്നെ പ്രതീക്ഷിക്കുമായിരുന്നു. അങ്ങനെ അവർ എന്നാൽ കാര്യം പറയുന്നത് കാണിച്ചിരുന്നില്ല. അങ്ങനെ കിഷോറിൻ്റെ വീട്ടിൽ കിഷോറും അമ്മയും ജോലിക്ക് നോക്കരുതോ എന്നൊക്കെ അമ്മ കിഷോറിനോട് സംസാരിക്കുകയും ഇനി ഞാൻ ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുകയും, അങ്ങനെ ഉടനെ അവർ ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ഭാര്യ അവർണിക അവിടെ എത്തുകയും അജാസിൻ്റെ കൂടെ വരികയും അജാസിനെ സംശയത്തോടെ നോക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവർണിക അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. തനിക്ക് തലചുറ്റുന്നത് പോലെ അഭിനയിക്കാൻ ശ്രമിക്കുകയും അജാസ് വന്ന് പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അജാസ് മനസ്സിലാവുകയാണ് അഭിനയിച്ചതാണെന്ന്. ഇതിനിടെ അമ്മ പറയുന്നുണ്ട്, ഭാര്യ നിലക്ക് നിർത്തണം, ആളുകൾ കണ്ടാൽ നിന്നെ നോക്കി ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. കിഷോർ ദേഷ്യത്തോടെ അവർണികയോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർണിക ഭീഷണിപ്പെടുത്തുകയാണ്. അച്ഛൻ അറിഞ്ഞ് നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കിഷോറിന് വേറെ വഴിയില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അമ്മ വന്ന് ചോദിക്കുകയാണ്, നീ സംസാരിച്ചോ അവളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അവർ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കിഷോർ സംസാര വിഷയം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതോടെ ഗീതാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമായിരുന്നു. ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക.